രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണ്ണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിലെ 16-ാം സർഗം ചന്ദ്രഹാസ സ്വീകരണം എന്നുള്ള ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു, കുബേരനിൽ നിന്ന് പുഷ്പവിമാനത്തിനെയും തട്ടിയെടുത്തുകൊണ്ട് ആ അളകയിൽ നിന്ന് രാവണൻ യാത്രയായി എന്ന്. അങ്ങനെ രാവണൻ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുഷ്പവിമാനം അവിടെ സ്തംഭിച്ചു. അപ്പം എന്താണ് പുഷ്പവിമാനം അങ്ങനെ സ്തംഭിക്കാൻ കാരണമെന്ന് രാവണൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പം മാരീചൻ പറഞ്ഞു, ഒരുപക്ഷേ ഈ പുഷ്പവിമാനം ആ വൈശ്രവണനെ മാത്രമേ വഹിക്കൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്ഭുതകരമായ ശക്തി ആയിരിക്കാം ഈ പുഷ്പവിമാനത്തിൻ്റെ പ്രയാണത്തിനെ തടയുന്നത് എന്നൊക്കെ മാരീചൻ പറഞ്ഞു. അപ്പോൾ രാവണന് സംശയമായി. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ, കാരണം ആ വൈശ്രവണനെ തോൽപ്പിച്ച് താൻ പുഷ്പവിമാനത്തിൽ ഇതുവരെ യാത്ര ചെയ്തു വന്നതല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നതിന് മറ്റെന്തെങ്കിലും ആയിരിക്കും കാരണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ സമയത്ത് ആ ശിവഭൃത്യനായ നന്ദികേശ്വരൻ ഒരു വാനര മുഖത്തോടു കൂടിയവനായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം ആ രാവണനോട് പറഞ്ഞു, രാവണ, നീ തിരിച്ചു പോയിക്കോളൂ, ഈ വഴിക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ ആ മഹാദേവൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതുവഴിക്ക് ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ തിരിച്ചു പോകണം എന്ന് രാവണനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ രാവണൻ അദ്ദേഹത്തിനെ കളിയാക്കി എന്ന് പറയണേ. ഒരു കുരങ്ങനായ നീ പറയുന്നത് കേട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്നവനല്ല ഞാനെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം രാവണനെ ശപിച്ചു. എങ്കിൽ കുരങ്ങന്മാരിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നുമുള്ള അക്രമങ്ങളെ കൊണ്ട് നിനക്ക് നാശം സംഭവിക്കട്ടെ എന്ന് ആ നന്ദികേശ്വരൻ രാവണനെ ശപിച്ചു എന്ന് പറയാണ്. എന്നിട്ടും രാവണന് തൻ്റെ ദേഷ്യം തീരാതെ ആ കൈലാസമലയെ തന്നെ ഉയർത്തിയെടുത്ത് അമ്മാനമാടണം എന്ന് തീരുമാനിച്ച് അദ്ദേഹം ആ കൈലാസത്തിന് അടിയിലൂടെ കൈയിട്ട് ഉയർത്താൻ ആരംഭിച്ചു എന്ന് പറയാണ്. അപ്പോൾ ശിവനും പാർവതിയും തമ്മിൽ അല്പം പിണക്കത്തിലായിരുന്നു ഈ സമയമായിരുന്നു അതെന്നൊക്കെ ചിലർ അനുസ്മരിക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് രാവണൻ ഈ മല ഉയർത്താൻ ശ്രമിച്ചത്. അതോടുകൂടി എല്ലാം ഒന്ന് ഇളകി. പാർവതി ഭയപ്പെട്ടു. ഉടനെ ചെന്ന് ശിവനെ ആലിംഗനം ചെയ്തു അത്രേ. മറ്റു ഭൂതഗണങ്ങളും എല്ലാവരും അമ്പരന്ന് പോയി, എന്താണ് ഇങ്ങനെ ഒരു ഭൂമിക്ക് കുലുക്കം അനുഭവപ്പെടാൻ കാരണമെന്ന്. അപ്പോൾ ഭഗവാൻ ഉടനെ തൻ്റെ വലതുകാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഒന്ന് അമർത്തി എന്ന് പറയാണ്. അതോടുകൂടി രാവണൻ്റെ കൈകളെല്ലാം 1000 കൈകളും ആ മലയുടെ താഴിൽ കിടന്ന് രാവണൻ അർത്ഥനായിട്ട് കരഞ്ഞു എന്ന് പറയാണ്. ആ രാവണൻ്റെ വിലാപം കൊണ്ട്, രാവണൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ കരയുന്നവൻ എന്നാണ്. ജനിച്ചപ്പോൾ തന്നെ രാവണൻ കരഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഭയങ്കരമായ കരച്ചിൽ രാവണനിൽ നിന്നുണ്ടായി എന്ന് പറയാണ്. അങ്ങനെ കുറേ കാലം 1000 വർഷത്തോളമാണ് രാവണൻ ആ കൈലാസനാഥൻ്റെ കൽക്കീഴിൽ കരഞ്ഞുകൊണ്ട് കിടന്നത് എന്നാണ് ചിലർ പറയുന്നത്. എന്തായാലും അങ്ങനെ കിടന്ന രാവണൻ്റെ കരച്ചിൽ കേട്ട് അവസാനം ഭഗവാൻ സന്തുഷ്ടനായി എന്നും ആ രാവണനെ വേണ്ട, രാവണനോട് പറഞ്ഞു, നിനക്ക് ഏതിലെ വേണമെങ്കിൽ പോകാം, ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ രാവണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് മനുഷ്യനിൽ നിന്നും അല്ലെങ്കിൽ ദേവന്മാരിൽ നിന്നും മറ്റുള്ള ശത്രുക്കളിൽ നിന്നുമൊന്നും മരണമില്ലാതിരിക്കണമെന്നും അതിന് സഹായകരമായ ഒരു ആയുധം അങ്ങ് എനിക്ക് തരണമെന്നുമൊക്കെ രാവണൻ അദ്ദേഹത്തിനോട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ സന്തുഷ്ടനായിട്ട് ആ ഭഗവാൻ മനുഷ്യന്മാരിൽ നിന്നൊഴിച്ച് നിനക്ക് മരണമുണ്ടാവാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചന്ദ്രഹാസം എന്നുള്ള വാള് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നും, ഈ ചന്ദ്രഹാസം നീ ശ്രേഷ്ഠന്മാരായവരിൽ ഉപയോഗിക്കാതിരിക്കണം, അതുവരെ ഇതിൻ്റെ ശക്തി ഉണ്ടാവും. അങ്ങനെ വലിയ ശ്രേഷ്ഠന്മാരായ ഏതെങ്കിലും വ്യക്തികളോട് നീ ഈ ചന്ദ്രഹാസവുമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് നാശമുണ്ടാവും എന്നും പറഞ്ഞ് ആ രാവണനെ അനുഗ്രഹിച്ചു എന്നും അതിനുശേഷം രാവണൻ പുഷ്പവിമാനത്തിൽ കയറി അവിടെ നിന്ന് യാത്രയായി എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.